എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2026 മുതൽ ഡിസംബർ 2026 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. വിശാഖം നക്ഷത്രക്കാർക്ക് ജനുവരി മുതൽ ഡിസംബർ വരെ ഉള്ള ഒരു വർഷക്കാലം 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Death card, Four of Pentacles, Two of Wands energy, Wheel of Fortune, Six of Swords, Eight of Swords energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്നൊരു വർഷക്കാലം എല്ലാ അർത്ഥത്തിലും പുതിയൊരു തുടക്കം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമാണ്. ഡെത്ത് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നതെന്ന് ജീവിതത്തിൽ പൊതുവെയുള്ള ഒരു ജീവിതത്തിലുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിക്കുന്ന ഒരു വർഷമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ്. ട്രാൻസ്ഫോർമേഷൻ ഫോർ ബെറ്റർ, അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം ഒരു മെറ്റമോർഫോസിസ് എന്നൊക്കെ പറയുന്ന പോലെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ജീവിതശൈലി, ജീവിതചര്യ, ജീവിത സാഹചര്യങ്ങളായിരിക്കില്ല ഇനി അങ്ങോട്ടേക്കുള്ളൊരു ജീവിത ശൈലിയും സാഹചര്യങ്ങളും ഒക്കെ എന്ന് തന്നെ പറയാം. ചില സമയങ്ങളിൽ ഒരു കാലത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നത് ഇനി അങ്ങോട്ടേക്ക് അതായിരിക്കില്ല. പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു വർഷം ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ മാറ്റങ്ങളുടെ ഒരു സമയമാണ്. അപ്പം മാറ്റങ്ങൾ പലതും ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ചില ആളുകൾക്ക് മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യിക്കുകയോ അല്ലെങ്കിൽ അതൊരു തടസ്സമായിട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് ഫീലിംഗ് കൊണ്ടുവരാതെ മാറ്റം എന്ന് പറയുന്ന അനിവാര്യമാണെന്ന് മനസ്സിലാക്കുകയും അത് ജീവിതത്തിലേക്ക് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുക. കാരണം നമ്മൾ ജീവിതം മുന്നോട്ടേക്കാണ് പോകേണ്ടത്, പുറകോട്ടേക്കല്ല. അപ്പോൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ജീവിതത്തിൽ നമുക്ക് വേണ്ടാത്ത ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് പോവുകയും പുതിയതായിട്ട് വേണ്ടുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മളത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ നമ്മളവിടെ സ്റ്റക്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഓൾഡ് വേസ് ഓഫ് ലിവിങ് ഡിസ്ട്രോയ് ചെയ്യുകയാണ് വേണ്ടത്. അതിനുശേഷം പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുക. അതായത് പഴയ നമ്മൾ ഷെൽഫിലിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ ചില കാര്യങ്ങൾ ഒതുക്കി മാറ്റിയാൽ, അലമാര അടുക്കുമ്പോൾ പഴയ ചില വസ്ത്രങ്ങൾ എടുത്ത് കളഞ്ഞാലാണ് പുതിയ വസ്ത്രങ്ങൾക്കുള്ള സ്ഥലം അവിടെ ഉണ്ടാവുള്ളൂ. സോ യു ആർ മേക്കിംഗ് സ്പേസ് ഫോർ ന്യൂ തിങ്സ്. അതായത് ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾക്ക് സ്പേസ് വരണമെങ്കിൽ പഴയ വേണ്ടാത്ത ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണം എന്നുള്ളൊരു തത്വം നിങ്ങൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ചില ആളുകൾ നിങ്ങൾ താമസിച്ചിരുന്ന വീട് മാറുമായിരിക്കും, വീട് വിൽക്കുന്നതായിട്ടും ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പുതിയൊരു ഇടത്തേക്ക് ചേക്കേറി പാർക്കുന്ന ഒരു സിറ്റുവേഷൻ. അതേപോലെ തന്നെ ഫോർ ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഇവിടെ ചില ആളുകൾ സംബന്ധിച്ചിടത്തോളം, എല്ലാവരിലുമല്ല, നിങ്ങൾ വീട് വിൽക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നുണ്ടാവും. ഒന്നുകിൽ കടവും കാര്യങ്ങളും, ചില ആളുകളെ സംബന്ധിച്ച് കടം കാര്യങ്ങളായിരിക്കാം. അതൊരു വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ചിന്തയാണ്, അല്ലെങ്കിൽ അതായത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷേ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് നിങ്ങളിപ്പോൾ വീട് വിൽക്കുക, ഇപ്പോൾ ഉള്ളത് വലിയൊരു ആഡംബരം അല്ലെങ്കിൽ വലിയൊരു രീതിയിലുള്ള വലിയൊരു വീട് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് വിറ്റിട്ട് ചെറിയൊരു വീടോ സ്ഥലമോ വാങ്ങിക്കാനുള്ള ഒരു ആസ്തി പിന്നെയും നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ ചെറിയൊരു വീട്ടിലേക്ക് മാറാവുന്നതാണ്. അതൊരു നെഗറ്റീവ് ഫീലിംഗ് അല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടാത്ത ചില കാര്യങ്ങൾ, അത്യാഡംബരങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് മാറ്റി കൊച്ചൊരു വീട്, അതായത് വീടെന്ന് പറയുന്നത് വീടിനകത്ത് സന്തോഷം ഉണ്ടെങ്കിലാണ് അതിൽ കാര്യമുള്ളൂ. വലിയ വീടായിട്ടും അതിൽ സങ്കടങ്ങൾ മാത്രമാണ് എങ്കിൽ, പ്രാരബ്ധക്കെട്ടുകളാണെങ്കിൽ നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ ഒരു കൊച്ചു വീട്ടിലേക്ക് മാറുമ്പോഴും അത് നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും ഇനി അങ്ങോട്ടേക്ക് ജീവിതത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, എവിടെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്താൽ ഈ പലതരത്തിലുള്ള സാഹചര്യങ്ങളിൽ എന്താണ് നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധികൾ എന്ന് പറയുന്നത് പലപ്പോഴും അതിനെ അതിജീവിക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും. നമ്മളുടെ കൈകളിൽ അതിനുള്ള ഉത്തരമുണ്ടെങ്കിലും നമ്മൾക്ക് പ്രതിസന്ധികളില്ല, നമ്മളായിട്ട് സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളാണെന്ന് മനസ്സിലാക്കി എടുക്കുന്ന സമയമാണ്. ചിലപ്പോൾ പ്രായമായിട്ടുള്ള ആളുകളായിരിക്കാം. പ്രായമായിട്ടുള്ള ആളുകൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ചിലപ്പോൾ വലിയ വീട്ടിലായിരിക്കും താമസിക്കുന്നുണ്ടാവാം. അപ്പോൾ അത് വിറ്റിട്ട് ഒരു ചെറിയ വീട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ എളുപ്പം, അല്ലെങ്കിൽ നിങ്ങൾക്ക്
എളുപ്പം കാര്യങ്ങൾ കൊണ്ടു നടക്കാൻ ഉപയോഗശൂന്യമായ ഒത്തിരി അല്ലെങ്കിൽ ഉപയോഗശൂന്യമായിട്ടുള്ള മുറികളോ ഒക്കെ ഉണ്ട് എങ്കിൽ അതൊരു നെഗറ്റീവ് എനർജിയാണ്. വീടിൻ്റെ അകത്ത് ആളുകളില്ലാതെ മുറികൾ വെറുതെ കിടക്കുന്നത്, അടച്ചിട്ട മുറികൾ ഒത്തിരി നെഗറ്റീവ് ഫീലാണ് തരുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എത്ര വീട്ടിൽ കുടുംബത്തിൽ എത്ര ആളുകളുണ്ടോ അവർക്ക് വേണ്ടി പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതനുസരിച്ച് അടിച്ചു തുടച്ച് ഇടാനുള്ള ആളുകളുണ്ടെങ്കിൽ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളതാണ്. അപ്പോൾ 2 of Wands എനർജി കണക്ഷൻസ് ആണ്. വിദേശത്തേക്ക് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള വർഷമാണ്. വിദേശത്തേക്ക് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. ദുബായ്, അതേപോലെ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലേക്ക്, അറബ് കൺട്രീസിലേക്ക് കൂടുതലായിട്ട് സാധ്യത നൽകുന്ന സമയമാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവേ നിങ്ങൾ ഒത്തിരി സാമ്പത്തിക ശേഷി, നിങ്ങൾ ഇപ്പോൾ ഉള്ള ശമ്പളത്തിൻ്റെ 2 ഇരട്ടി 3 ഇരട്ടിയിലൊക്കെ കൂടുതൽ ശമ്പളം ലഭിക്കാനുള്ള അവസരങ്ങൾ. അപ്പോൾ മറ്റൊരു വിദേശ രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ സ്ഥിതിക്ക് അനുസരിച്ചിട്ട് ആ ഒരു രീതിയിൽ ശമ്പളം നിങ്ങൾക്ക് കൈപ്പറ്റാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ളൊരു ജോലി ലഭിക്കുന്ന സാഹചര്യം, ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി തൃപ്തി തരുന്ന കാര്യമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സമയമാണ് ഈ വർഷം. ഈ വർഷം നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നേടുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്കോളർഷിപ്പ് മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നതും, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ചില കാര്യങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നേടിയെടുക്കുന്നത്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും മറ്റു കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വരുന്നുണ്ട്. ലൈഫിൻ്റെ പേർപ്പസ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യങ്ങളെന്ന് പറയുന്നത് കാണാതെ പഠിച്ചിട്ടുള്ള ഒരു അറിവിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പുതിയ കുറേ കാര്യങ്ങൾ, തത്വചിന്തകളോ അല്ലെങ്കിൽ ഫിലോസഫിക്കലായിട്ടുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു പെർപ്പസ് ലൈഫിലുണ്ടാകുന്നുണ്ട്. വെറുതെ സ്ഥിരമായിട്ട് ഇപ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടം പറയുകയാണെങ്കിൽ പലരെയും സംബന്ധിച്ചിടത്തോളം പരീക്ഷയ്ക്ക് മാർക്ക് നേടുക എന്നുള്ള ഒരു ഫസ്റ്റ് കിട്ടണമെന്നോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് നേടണം എന്നുള്ളൊരു ഇതായിരിക്കും പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. വലിയ രീതിയിൽ പഠിത്തത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇപ്പോൾ സ്പോർട്സ് ആർട്സിലൊക്കെ അല്ലെങ്കിൽ സ്പോർട്സിൽ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം പാസ്സാവുക എന്നുള്ളത് 2 കൂട്ടരാണെങ്കിലും എയിം എന്ന് പറയുന്നത് മാർക്കാണ്. മാർക്ക് എന്നുള്ളൊരു ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പഠിക്കുകയാണ്, അറിവ് നേടുന്ന ഒരു സമയമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ്, അതുകൊണ്ട് ഭാഗ്യമുള്ളൊരു വർഷമാണ്. ഭാഗ്യം എന്ന് പറയുന്ന ഒരു കാര്യം എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഭാഗ്യമെന്നോ ദൈവാനുഗ്രഹമെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും അത് എപ്പോഴും ഉണ്ടാകുന്ന ഒന്നല്ല എന്നുള്ളത് മനസ്സിലാക്കുകയും ആ ഒരു ഭാഗ്യം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ ഭാഗ്യം ഉണ്ടാകുന്ന സമയത്ത് ചില കാര്യങ്ങൾ ചെയ്തു വയ്ക്കുക. അപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തു വച്ചാൽ മുന്നോട്ടേക്ക് വരുമ്പോൾ പല ആഗ്രഹിച്ച രീതിയിലും പല കാര്യങ്ങളും മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ വിദേശത്തേക്ക് ജോലിക്ക് ശ്രമിക്കുന്നതോ ഇപ്പോൾ വീട് കാര്യങ്ങളൊക്കെ വിറ്റ് ആ ഒരു പൈസ സേവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതുപോലെ പല കാര്യങ്ങളിലും നിങ്ങൾ യുക്തിയുക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഭാവിയിലേക്ക് പ്രയോജനം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. അതേപോലെ 6 of Swords എനർജിയാണ്, ഗ്രോത്ത് ആണ്. ഫാമിലി ലൈഫ് വളരെ പോസിറ്റീവാണ് പലരെ സംബന്ധിച്ച്. ഫാമിലി ലൈഫ്, പേഴ്സണൽ ലൈഫ് അതുപോലെ തന്നെ, അതായത് കുട്ടികളും പാരൻസും തമ്മിലുള്ളൊരു ബന്ധം വളരെ സുന്ദരമായിട്ട് മാറുന്നുണ്ട്. വളരെ പോസിറ്റീവ് എനർജീസാണ് കാണിക്കുന്നത്. പിന്നെ ഈ ഒരു എനർജി 6 of Wands എനർജി കണക്ഷൻസ് പറയുന്നത് പുതിയ ആളുകളെ ട്രസ്റ്റ് ചെയ്യാനായി, പുതിയ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു, പുതിയ വ്യക്തികളെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ തുടങ്ങുന്നു. പൊതുവേ നിങ്ങൾക്ക് ആളുകളെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷേ അവരെ വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളത് അവർ സ്വയം തെളിയിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ പുതിയ ബന്ധങ്ങൾ, വിശ്വാസങ്ങൾ ഉണ്ടാകുന്നു, നല്ല ആളുകളെ കണ്ടെത്തുന്നു, ജീവിതത്തിൽ ഗ്രോത്ത് ഉണ്ടാകുന്നു, ലക്ക് നിങ്ങളുടെ സൈഡിലാണ്. അതുകൊണ്ട് പല കാര്യങ്ങളും സ്മൂത്തായിട്ട് നടന്നു പോകുന്നു. പല നല്ല സൗഹൃദങ്ങൾ, ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതൊക്കെ ഈ ഒരു വർഷം സംഭവ്യമാകുന്ന കാര്യമാണ്. 8 of Swords എനർജിയാണ്, ഫാസ്റ്റ് ഗ്രോത്ത് കൂടിയാണ് ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് പല കാര്യങ്ങളും. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഇടയ്ക്ക് ഈ ഒരു സമയം എത്ര നല്ല പോസിറ്റീവ് എനർജി ആണെങ്കിലും ഒരു സെൽഫ് ഡൗട്ടൊക്കെ ഇടയ്ക്ക് ഫീൽ ചെയ്യും. ചില സിറ്റുവേഷനിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അതിനുള്ള കഴിവില്ല, ടാലൻറ്റില്ല, ഞാനിവിടെ ട്രാപ്ഡ് ആണ് എന്നൊക്കെ ഉള്ളൊരു ചിന്ത വരാം. ആ ചിന്തയൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. കാരണം നിങ്ങൾ ഒരിക്കലും ട്രാപ്ഡ് അല്ല. നിങ്ങൾ ആഗ്രഹിച്ച ഈ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, റിസോഴ്സസ് ഉണ്ട്, എല്ലാം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇത് പ്രത്യേകിച്ച് കുറച്ചധികം നാളായിട്ട് നിങ്ങൾ ടച്ച് വിട്ടിരിക്കുന്ന ഇപ്പോൾ വീട്ടമ്മമാരായിട്ടുള്ളവരാണ്, പക്ഷെ നല്ല വിദ്യാഭ്യാസമുണ്ട് അല്ലെങ്കിൽ കഴിവുണ്ട് വേറെ എന്തെങ്കിലും തരത്തിൽ. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾ ഇത്ര നാളായിട്ട് ചെയ്യാത്തൊരു ജോലിയാണ്,
ഇപ്പോൾ ജോലിക്ക് പോകാത്തവർ വീണ്ടും ജോലിക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഇനി അതൊക്കെ മറന്നു പോയി എന്നുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ പല ചിന്തകൾ വരാം. പക്ഷേ ഇനിയും നിങ്ങൾക്കത് പറ്റും, നിങ്ങൾക്ക് കഴിവുണ്ട്, അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.